എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഊണ് കഴിക്കാനായിട്ട് ഒരു നാടൻ ഒഴിച്ചെറിയാണ് കേട്ടോ. അപ്പോൾ ഇത് വെള്ളരിക്കയും തക്കാളിയും പരിപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ കറിയാണ്. നമ്മളെപ്പോഴും പരിപ്പും തക്കാളിയും ഒക്കെ വെച്ചിട്ട് തേങ്ങ അരച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു ഡിഫറെൻ്റായിട്ട് തേങ്ങ അരപ്പ് മാറ്റിയിട്ട് തേങ്ങ പാലിലാണ് കേട്ടോ ഇന്ന് ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, സാമ്പാർ പരിപ്പ്, പിന്നെ ഒരു വലിയ തക്കാളി, സവാള, പിന്നെ വെള്ളരിക്ക പകുതി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളരിക്കയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും സവാളയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ കുറച്ചൊരു വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ അത്ര മതി കേട്ടോ. ഒരുപാട് പരിപ്പ് വെന്തുടഞ്ഞു പോകരുത്, ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞ് പോവാത്ത രീതിയിൽ ഒന്ന് കടിക്കാൻ പാകത്തിനാണ് കേട്ടോ നമ്മൾ പരിപ്പ് വേവിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വെള്ളരിക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കുന്നത്. അരമുറി തേങ്ങ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. തലപ്പാലും രണ്ടാം പാലും എല്ലാം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ചേർത്ത് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ചാറിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒന്ന് കുറുകിയിരിക്കുന്ന രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കണം. അപ്പോൾ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിതിൽ കടുക് ചേർക്കണില്ല കേട്ടോ. ഉലുവ ഇട്ടതിന് ശേഷം കറിവേപ്പിലയും 3-4 കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. കടുക് ഇട്ട് കഴിഞ്ഞാൽ ഫ്ലേവർ മാറിപ്പോവും. ഉലുവ തന്നെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇതൊന്ന് കാച്ചിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ കറി വയ്ക്കാതെ ഒന്ന് മാറ്റി മറിച്ചൊക്കെ കറി വെച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് ഇതും പപ്പടവും അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അതല്ലെങ്കിൽ മത്തി വറുത്തതുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. എന്നാൽ ശരി, നല്ല രൂപമായിട്ട് വരുന്നവരെ പോയിട്ട് വരാം.